ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാമീസ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അരിപ്പൊടി കൊണ്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക്. അത് എങ്ങനെയാണ് ഈസിയായി തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പൊടിച്ച ശർക്കര കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി പൊടിച്ചെടുത്ത ശർക്കരയും കൂടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ടേബിൾ സ്പൂണാണ്. 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് ഫ്ലേവറിന് വേണ്ടി 4 ഏലക്കയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മധുരമൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ഒരു 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചു കൊടുക്കാം. മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിരിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ടേസ്റ്റിൽ നമുക്ക് കിട്ടുള്ളൂ. ഇത് നന്നായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഇനി അടുപ്പിലൊരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യ് നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് കാഷ്യൂനട്ട് ഇട്ട് വറുത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് കൂടി ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇതിപ്പോൾ കുറച്ച് നേരം നമ്മൾ ഇളക്കുമ്പോഴേക്കും തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവും പാനിൽ നിന്നും കുറേശ്ശെ വിട്ട് വരുന്നത്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ സെറ്റായിട്ടുണ്ട്. അതിൽ നിന്ന് നെയ്യൊക്കെ പുറത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങായ് തിരട്ടിപ്പാൽ റെഡി ആയിട്ടുണ്ട്. ഈവനിങ് സ്നാക്സ് ആയിട്ട് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണിത്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടണിനടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തിയാൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസിലൂടെ നമുക്ക് വീണ്ടും കാണാം.